വി ആർ ഗോയിങ് ഫോർ എ സ്റ്റേക്കേഷൻ. നമ്മുടെ ജിസ്ന ചേച്ചിയും അളിയനും നമുക്ക് ട്രീറ്റ് ചെയ്യണം, കല്യാണത്തിന് വിരുന്ന് വിളിക്കും. സോ വി ആർ ഗോയിങ് വാട്ടർ പാർക്കിലേക്ക് പോവാണ് ഗൈസ്. ലക്ഷ്യത്തേക്ക് ഇങ്ങനെ ആരാ ഡ്രസ് ചെയ്ത് തന്നത്? I said I don't want this dress, but you don't want to. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പക്ഷെ നല്ല ഡ്രസ്സാണ് ലക്ഷ്യയുടെ ഔട്ട്ഫിറ്റ് കളർ. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ഈ വാട്ടർ പാർക്ക് വരുന്നത്. സോ ഞങ്ങളുടെ സ്റ്റേ ഇന്ന് ഇവിടെയാണ്. നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് നേരെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ റൂമിൽ കൊണ്ടുപോയി ലഗേജ് എല്ലാം വെച്ചു. റൂമിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനാണ്. ഹലോ ഗൈസ്, ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ. ഇവിടെ അവതാർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല കിടിലൻ സെറ്റപ്പാണ്. ബോട്ട് പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടൊരു ഡിന്നർ ടൈം. അവിടെ പിയാനോൻ്റെ ഒരു ഏരിയ കൂടെ ഉണ്ട്. എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല വിശപ്പായി. എനിക്ക് പൊതുവേ വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. വിശന്നാൽ ഞാനല്ലാതാവും എന്ന് പറയുന്ന പോലെയാണ്. കുറേ നേരത്തേക്ക് ഇങ്ങനെ മുഖം ഭയങ്കര സീരിയസ് ആയിരിക്കും. ആരോടും ഒന്നും മിണ്ടില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഭക്ഷണം കഴിക്കും. കുറച്ച് ഭക്ഷണം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. ഫസ്റ്റ് റൗണ്ട് ഓഫ് തീറ്റ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രിൽഡ് ഫിഷ്, ബീഫ്, ചിക്കൻ കബാബ്, മട്ടൻ കബാബ് ഇതെല്ലാം കഴിച്ചു. ആക്ച്വലി ഇങ്ങനത്തെ ബുഫറ്റ്സിന് വരുന്ന സമയത്ത് ഞാനും വൈഷ്ണു ഞങ്ങൾ രണ്ടുപേരും വയറ് വാടകയ്ക്ക് എടുത്തിട്ട് വരുന്ന പോലെയാണ് വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഓരോ ലേയേഴ്സായി ടൈം എടുത്ത് കഴിക്കും. ഞങ്ങളുടെ തീറ്റ കണ്ടിട്ട് ചേച്ചിയും അളിയനും ഇങ്ങനെ എന്താ പറയുക ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ലേ, കുറച്ച് നേരം കഴിഞ്ഞാൽ ഗ്യാപ്പ് കിട്ടിയാൽ ഇവർ ഞങ്ങളെയും തിന്നുമോ എന്ന് പറഞ്ഞിട്ട്. തീറ്റ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കുടിക്കാം. ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ആളല്ല. ഐ പ്രിഫർ ഓൾവേസ് ഫ്രഷ് ജ്യൂസസ്. സോറി ഗൈസ്, ഈ ജ്യൂസ് അല്ല, ശരിക്കും ഫ്രഷ് ജ്യൂസ്. ക്യാരറ്റും ഓറഞ്ചും ആണ് ഞാൻ എടുത്തത്. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് നമുക്ക് നടന്നിട്ട് വരാം. ഇവിടുത്തെ ബാൽക്കണി വ്യൂ ആണിത് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ്റെ വീഡിയോ എല്ലാം കട്ട് ചെയ്യണോ ചേട്ടാ? കട്ട് ചെയ്യണോ? ഞങ്ങൾ രണ്ടുപേരും ഡെസേർട്ട് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു ഹംഗാമയായിരുന്നു. കാരണം അത്രയധികം ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. സോ ഓരോന്നും മാറി മാറി ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത്. പിന്നെ കാരമൽ പുഡിങ്ങും മാംഗോ കേക്കും ഇതായിരുന്നു ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. CID മൂസയിലെ ബിന്ദു പണിക്കറിനെ പോലെയായിരുന്നു. ഏതെടുക്കണം എന്തെടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റാർഡാണ് നോർമൽ. അടുത്തത് നമുക്ക് ഈ ഒരു ക്രീം കേക്ക് കഴിക്കാം. അത് നോർമൽ. ഇത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പീസാണ് വരുന്നത്. ചോക്ലേറ്റിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ടും കൂടെ വരുന്നു. നമുക്കത് ഭയങ്കര ഇഷ്ടമായി. കോക്കനട്ടിൻ്റെ ഗ്രേറ്റഡ് കോക്കനട്ട്സ് പോലെ ഉണ്ട്. മാംഗോ കേക്ക് നോക്കാം. നല്ല ഫ്രഷ് മാംഗോ പീസൊക്കെ വരുന്നുണ്ട്. മാംഗോ കേക്ക് ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, കാരണം അതിനൊരു പുളിയുണ്ട് മാംഗോ കേക്കിന്. പക്ഷേ ഞാൻ റൈപ്ഡ് മാംഗോയും ആ കേക്കും കൂടെ വരുമ്പോൾ നന്നായിട്ടുണ്ട്. മാംഗോ ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമാവും. ഐ എം ഈറ്റിംഗ് ദിസ് കംപ്ലീറ്റ്ലി. പിസ്താഷ്യോ എൻ്റെ ഫേവറേറ്റ് ആണ്. ഒടിഞ്ഞു പോയി ഭയങ്കര. ഈ കേക്ക്, ഇതിൻ്റെ കേക്ക് എന്താണ്? ക്യാമറാമാൻ്റെ അവസ്ഥയെ ബാക്കി ഫുഡ് മാത്രമേ അവനെ കിട്ടുന്നുള്ളൂ എന്നാണ് പരാതി. സത്യമല്ലേ? നോക്ക്, കോഴി ചെനക്കി വെച്ച മാതിരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഞാൻ സെലക്ട് ചെയ്തെടുക്കണം. ഓ, ഇതാണ് ഓണം പിസ്ത. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും വയറും വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കും. അവസാനം ഇത്രയും കഴിച്ച സാധനങ്ങൾക്ക് പുറമെ നമ്മൾ ഹെൽത്തി കുട്ടന്മാരല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആണ് ഇനി കഴിക്കാൻ പോകുന്നത്. സോ ആ പഴക്കട മൊത്തം ഞങ്ങൾ പ്ലേറ്റിലോട്ട് അങ്ങ് തട്ടിയിട്ടുണ്ട്. പൈനാപ്പിൾ എങ്ങനെയുണ്ട്? പൈനാപ്പിൾ പോലെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് പൈനാപ്പിൾ പിന്നെ ചക്ക പോലെ ഇരിക്കും. ഏതാ ഗൈസ്? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ലക്ഷ്യത്തേക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? റിപ്പീറ്റ്. Chicken nuggets and fried rice. ഫ്രൈഡ് റൈസും ചിക്കൻ നഗറ്റ്സ് ആണ് ഇഷ്ടപ്പെട്ടല്ലേ? Fried rice and french fries. Your tummy is full or not? Totally full. എൻ്റെ വയറ് നിറഞ്ഞിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഒരു Half അര ബിരിയാണിയൊക്കെ കഴിക്കും അല്ലേ? ഹാഫ് ബിരിയാണിയൊക്കെ പോകും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഒരേ ഫുഡ് തന്നെ കുറേ കഴിക്കണമല്ല, മാറി മാറി ഓരോ ഫുഡ് മാറി മാറി കഴിക്കണം. അതാണ് ഒരു ഇത്. അതെ 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 അതെ. ഏകദേശം 3-4 മണിക്കൂറിൻ്റെ തീറ്റ യജ്ഞം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്ത് വന്നു. ഈ ഹോട്ടലിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാമെന്ന് കരുതി. ഓക്കെ, ഇതെല്ലാം നശിച്ചു പോണേ, ഇതെല്ലാം നശിച്ചു പോണേ എന്നുള്ളൊരു വിഷ്. ഹയാത്ത്
ഇപ്പോഴത്തെ ചെറുതുങ്ങളുടെ ഓരോ പാഷനേ 11 വിഷാണത്രേ. 11 ഇതുപോലെ വെള്ളമോ ഫൗണ്ടൈനോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നമുക്ക് ആഗ്രഹമുള്ള അങ്ങ് വിഷ് ചെയ്ത് അതങ്ങ് നടക്കും അത്രേ. എന്നാൽ ഞാനും വിഷ് ചെയ്തു ഈ ഹോട്ടലങ്ങ് നശിച്ചു പോണേന്ന്. നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ചേച്ചി അവളെ കൊണ്ട് ഒരു റീല് ഷൂട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ആ എസ്തെറ്റിക്സ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിലത്ത് കിടന്ന് 36 അങ്ങ് പ്രതിഷേധിക്കുക. എന്താ എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാത്ത? പീകോക്ക് ഗാർഡൻ ആണ്. അപ്പം നമ്മൾ കിടന്ന് നിലവിളിച്ചാൽ അതും കിടന്ന് നിലവിളിക്കും. നമ്മുടെ അവിടുത്തെ മയിലുകളെ പോലെ തന്നെ. ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഔട്ട്ഡോറും നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതുപോലെ നടന്ന് ഒരു ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ ആടി വിശ്രമിച്ച് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് ഈ സ്ഥലത്തിന് എന്താ വില, ഇത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ബാഗുണ്ട്. ബാഗിൽ എന്തെല്ലാം ഉണ്ട്? മാപ്പ്. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ഈ ഡോറയും ബുജ്ജിയൊന്നും ഈ കൊച്ചിന് അറിയില്ല. ഇവക്ക് ഞാനാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാനാണ് മാപ്പ്. എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ, റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂം ടൂർ ചെയ്യാം കേട്ടോ. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളും ഫുൾ മിററും ഉണ്ട്. ചെരുപ്പ് കഴിച്ചു വെച്ച് ബാക്കി നമുക്ക് പറയാം. വാഷ്റൂം. ഇതാണ് washroom. പ്രാഥമികം ആയിട്ട് നമുക്ക് പ്രാഥമിക കാര്യം നോക്കാം. Towel. Some towel. നമുക്കിത് വെച്ച് കുബേരന്റെ ഒരു റീൽ ഇറക്കണം കേട്ടോ. കുബേരന്റെ പിന്നെ വാഷ്റൂം ആസ് യൂഷ്വൽ കാര്യമില്ല. ബാബാ നമുക്ക് കുറച്ചുകൂടി വലിയ ഒരു ബാത്ത് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയത്. ഇതിപ്പോ കുറച്ച് ചെറിയ ഹൈറ്റ് ഇല്ലത്തെ കുറച്ച് ചെറിയ ബാത്ത് ആയിപ്പോയി. പറയണേ, ഓണർ അടുത്ത് പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ ഷവർ ഏരിയ. ഇതൊരു ഫുൾ മിറർ ഉണ്ട് വിൻഡോ. ഇവിടെ ഒരു സീക്രട്ട് ചേംബർ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും വെക്കാം. സീക്രസി നത്തിങ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതിനകത്ത് ഒന്നുമില്ല. ഇവിടെ എന്തോ പണ്ട് ഒളിഞ്ഞു നോക്കണ ഒരു സെറ്റപ്പ് ആയിരുന്നു. അതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഒരു ബാത്റൂം ആയിരുന്നിരിക്കണം. അതിനുശേഷം ഇവര് ഇത് ക്ലോസ് ചെയ്തതാ. നമ്മുടെ സീനാണ് കേട്ടാ. ഉറങ്ങാനാണ് ഈ ബെഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ അതേപോലെ നമ്മളൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു ടേബിൾ ഉണ്ട്. നമുക്കൊരു കോഫി ഒക്കെ കുടിക്കാം. യെസ്, ഫുഡ് കഴിക്കാം, കോഫി കുടിക്കാം. ഇതാ നമ്മുടെ ബാൽക്കണി. പക്ഷേ ഈ ബാൽക്കണിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല കേട്ടോ. നല്ല വ്യൂ ആണല്ലേ ബാൽക്കണി. നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ റൂം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 സൈഡും 2 ലാമ്പ് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്രോക്കറി യൂണിറ്റ്സ്, ചായ വെക്കുന്ന സാധനങ്ങൾ, പിന്നെ എല്ലാം ഉണ്ട്. നമുക്ക് ടോസ്റ്റർ ഉണ്ട്, കോഫി യൂണിറ്റ് ഉണ്ട്, ഇവിടെ റെഫ്രിജറേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഉറക്കക്ഷീണത്തിലാണ്. ചെറുത് മാത്രം നല്ല എനർജിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി 2 ചാട്ടമൊക്കെ ചാടിയപ്പോൾ പുള്ളിക്കാരി ഹാപ്പി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.